നമസ്കാരം, രാഗമണ്ഡലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നിറങ്ങളെ പാടൂ എന്ന വളരെ മനോഹരമായിട്ടുള്ള ഗാനം നോക്കാം. കാവാലം സാറിൻ്റെ രചനയാണ്, രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതവും ദാസാറിൻ്റെ ആലാപനവും. രാഗമണ്ഡലിലേക്ക് ഈ ഗാനത്തിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നൊട്ടേഷൻ ട്രൈ ചെയ്യാം. ഇതിൻ്റെ രാഗം വളരെ റയറായിട്ടുള്ള എന്നാൽ അധികം കൃതികളൊക്കെ ഉള്ള ഒരു രാഗമാണ്. സാളക ഭൈരവി എന്ന് പറയുന്ന ഒരു രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കരകരപ്രിയ എന്ന 22nd മലയാള രാഗത്തിൻ്റെ ജനരാഗമാണ്. നമുക്കിതിൻ്റെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ നോക്കാം. സരേ മാ പ നീ ധ സ സ നീ ധ പ മാ പ ഗ രി സ. നമ്മൾ സാളക ഭൈരവി എന്ന കർണാട്ടിക് സ്റ്റൈലാണ് പാടുന്നത്. ഹിന്ദുസ്ഥാനി ശൈലി കൂടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുവാണെങ്കിൽ അത് കാപ്പിതാട്ടിലുള്ള രാഗമാണ്, സിന്ദൂരയാണ്. ഈ രാഗത്തിൻ്റെ സാധ്യതകൾ കുറച്ചും കൂടെ കാണിക്കുന്നത് കർണാടക രാഗമായിട്ടുള്ള സാളക ഭൈരവി ആണെങ്കിലും നമുക്ക് ഈ പാട്ടുമായിട്ട് ഏകദേശം സാമ്യം വരുന്നത് ഒരുപക്ഷെ സിന്ദൂരയാണെന്ന് തോന്നും. പക്ഷേ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല, കാരണം ഇത് രണ്ടും മിക്സായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് തന്നെ മല ഇതിനകത്ത് അന്യസ്വര പ്രയോഗങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിന്ദൂര എന്ന രാഗത്തിൻ്റെ റൂട്ടും കൂടി നോക്കാം. സ രേ മാ പ ധ സ സ നീ ധ പ മാ ഗ രി സ. സ്വരങ്ങളൊക്കെ സെയിമാണ്, അതിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ രാഗം പാടുമ്പോൾ അധികം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള 1-2 രാഗങ്ങൾ ഇതിനകത്ത് കയറി വരാൻ സാധ്യതയുണ്ട്. സാനി ദ പ മ പ ഗ രി സ. അങ്ങനെ വരുമ്പോൾ ധനാശ്രീ റൂട്ട് വരും. സാനി ദ മ പ ദ ഗ രി സ. അത് ഭാഗ്യശ്രീയാണ്. സാനി ദ മ ഗ പ ഗ രി, അത് കർണരഞ്ജിനിയാകും. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ ഇതേപോലുള്ള പല രാഗങ്ങളും കയറി വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ദ മ പ ദ സ സരി ഗ രി സ നി ധ മ പ ഗ രി. അപ്പോൾ ഇതാണ് എൻ്റെ റൂട്ട്. നമുക്ക് സിന്ദൂര എന്ന രാഗത്തിൽ കാളനിഷാദം വരുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഒരു പാട്ടിൽ ശുദ്ധദൈവം എന്ന പ്രയോഗം വരുന്നുണ്ട്. ഈ പാട്ടിൻ്റെ ശ്രുതി സിയിലാണ്, 4/4-ലാണ് അതിൻ്റെ ഋതം പോകുന്നത്. ഇതെല്ലാം അടിക്ക് ശേഷമാണ് നമുക്ക് അതിൻ്റെ പല്ലവിലേക്ക് അടക്കാം. സരി മ ഗരി ഗരി സ. നിറങ്ങളെ സരി മ ഗ മ രി രി സനി സ നി ധ പാടൂ. ഇനി അടുത്ത താളത്തിലേക്ക് വരുമ്പോൾ സരിപ്പമാമ എന്ന് പറയുന്നത് സരിപ്പാമ അങ്ങനെ വരും. നിറങ്ങളെ അങ്ങനെ ആയിരിക്കും, ശ്രദ്ധിച്ചോണം. നിറങ്ങളെ സരിമകമരീരി സനി സാനിധ പാടൂ. കളമിതിലെഴുതിയ സരി പമാ 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 ഗരിസ ഗരിസ സരി മാ പമാ ഗരിസ. കളമിതിലെഴുതിയ ദിവ്യാനു മാപ്പ മദ സരിസ മാപ്പ മദ സരിസ. ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ധനിരിസ നി പാമരിസനി ധനിരിസനി പമരിസനി. സ്വരമയലഹരിതൻ നിരിമദനിത മദ മദ മരി സരി പമാ ലയഭരവാസന്ത. നിറങ്ങളെ സരിപ്പമാ, അവിടെ സസ്റ്റൈനാണ്. നിറങ്ങളെ മാമ പദ സരി സരി സദാ പമ രി സദാ പമ. പാടൂ മാ പദ പമ ഗ രി. ഗമ 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 ഗരിസ.
ഗമ 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 ഗരി സ മാമ പദ സാരി സരി സദാ മാമ പദ വമ ഗമരി ഗമ 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 ഗരി സ പാടൂ അവിടെ വരും. അടുത്ത എൻ്റെ സ്റ്റാൻസയാണ്. മഴവിൽ കൊടി ദശ ദശരി ഗരി ഗരി സദാ അലിയും മറവിയായി ദശ ദശരി ഗരി ഗരി സദാ. അവിടെ അകാരം വരുന്നുണ്ട്. ദാപമഗസനിത ചെറിയ പദം ദസരി മാരി രീമ പദ സര ദസരി സഗമരി പദനി പമരി പദനി പമരി ഗഗമാമ പാപ പദ ദസ ഗഗമാമ പാപ പദ ദസ മഴവേക്കൊടിയിൽ അലിയും മറവിയായി മനസ്സിലെ അത് ഡൗൺ ആണ്, ലോവർ ദൈവത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാദ മനസ്സിലെ മനസ്സിലേറനാം ദാദ ദാപമരി സരിമ സരി സദാദ മനസ്സിലേറനാം ദസരിമ സമരി സരീസ പരിമളമായി വിടരും ദസരിമ സമരി സരീസ ഗഗ വിടരും ദളങ്ങളിൽ ഗഗ ഗഗ പനി പനി ഗ പനി പനി ഗ പനി പനി വിടരും ദളങ്ങളിൽ രിസനിപമരിഗസ പൊഴിയും ലജയായി പൊഴിയും ലജയായി വിടരും ദളങ്ങളിൽ പൊഴിയും ലജയാ സരിമ പദ ധമ പദ ദസ മദ സരി ഡൗൺ മധ്യമത്തിലേക്ക് വരുന്നുണ്ട്. പൊഴിയും പൂമ്പൊടി മഴയുടെ സരിമ പദ ധമ പദ ദസ മദ സരി സരി മഗ ഗഗ പൊഴിയും പൂമ്പൊടി മഴയുടെ ഈണമായി നിറങ്ങളെ മമ പദ ധരി മരി മഗ ഗരി സനിധമ്മ പാടൂ മ പദ മ ഗരി ഗമ 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 ഗരി ധനിത പിന്നെ സെക്കൻഡ് സ്റ്റാൻസ സെയിം ആണ്. ദമ പദരി സരി സ ഇളതാം അവിടെ തിങ്സ് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. ഇളതാം വെയിലേ ദമ പദരി സരി സദ ഇളതാം വെയിലേ ദശ ദശരി ഗരി ഗരി സദ ദ കനിവിൻ കനിവുമായി ദാപമരി സരിമ സരി സദ ജലതളി ചങ്കര ദസരിമ സരി സമമരി സ രതിമന്ത്രമായി രതിമന്ത്രമായി ഗഗ ഗഗ പനി പനി ഉറങ്ങും മനസ്സിലെ ഉണരും രഹസ്യമായി ഗഗ ഗഗ പനി വസനിധനി മനസ്സിലെ ഉറങ്ങും മനസ്സിലെ ഉണരും രഹസ്യമായി സരിമദസ പാദസരി പദസരി എന്ന് വരും. മാദസരി എന്ന് ഫസ്റ്റിലാണ് വരുന്നത്, സെക്കൻഡിൽ പാദസരി എന്നാണ് വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഉറവിൻ വായ്ത്താരി കളിയിലെ താളമായി ഇങ്ങനെയാണ്
പാട്ടിൻ്റെ നൊട്ടേഷൻ. വളരെ മനോഹരമായിട്ടുള്ള, വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു രാഗമാണ് സാളക ഭൈരവി. അതൊക്കെ എൻ്റെ ഹിന്ദുസ്ഥാനി രാഗമായിട്ടുള്ള സിന്ദൂര. ഈ പാട്ട് തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. രാഗാമൻഡിലേക്ക് ഈ ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ട്. അവർക്കുള്ള നന്ദിയും അതുപോലൊപ്പം തന്നെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം. പാടൂ.